തുടർന്ന് പ്രവർത്തകർ വീണ്ടും പ്രകടനവുമായി ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവും തുടർന്ന് ഈ പോലീസുകാരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോൾ നമ്മൾ തൊട്ടു മുൻപ് കണ്ടൊരു ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഈ ഒരു പോലീസിന് പരിക്ക് പറ്റുന്ന രീതിയിൽ ഈ ഒരു ഫ്ലക്സിന്റെ മരക്കഷ്ണങ്ങളും പിന്നെ കല്ലും തീമുട്ടയും എല്ലാം എടുത്തെറിയുന്ന ഒരു തരത്തിലുള്ള, അതായത് ഈ ഒരു പോലീസിന് നേരെ കൃത്യമായ ഒരു പ്രകോപനപരമായ നടപടിയാണ് ഈ ഒരു KSU പ്രവർത്തകർ നിലവിൽ നടത്തുന്നത്. ഇപ്പോൾ വീണ്ടും സംഘടിച്ചെത്തിയ പ്രവർത്തകർ ഈ ഒരു ബാരിക്കേഡിന് കീഴെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ബാരിക്കേഡ് മറികടക്കാനും ഇപ്പോൾ മറിച്ചിടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ രണ്ട് നിരയിൽ ബാരിക്കേഡുകൾ നിരത്തിയതുകൊണ്ട് അത്ര എളുപ്പമല്ല. മാത്രമല്ല കൃത്യമായ പോലീസ് സന്നാഹം അതിന് തൊട്ട് പിന്നിലുണ്ട്, അതിന് പിന്നിലായി ജലപീരങ്കിയുമുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമല്ലെങ്കിലും അവർ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇത്തരത്തിൽ ജലപീരങ്കിയും ഈ ഒരു മാർച്ചിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലാത്തിച്ചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരുന്നുണ്ടോ? വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമത്തിനെതിരെ KSU നടത്തിയ മാർച്ചിനെതിരെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരുടെ നീക്കത്തിനെതിരെയാണ്. ആ നീക്കം നടക്കുമ്പോഴാണ് പോലീസ് പലതവണ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ ആഹ്വാനം നൽകി. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോയതിൽ ഇതേ തുടർന്നായിരുന്നു പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഒരുപക്ഷെ പ്രവർത്തകരുടെ ഭാഗത്ത് വീണ്ടും പ്രകോപനമുണ്ടാകണമെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം നടത്തുന്നു. പോലീസിനെതിരെ പ്രതിഷേധം മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ ബാരിക്കേഡ് കൂട്ടിക്കെട്ടിയിരിക്കുന്ന കയറുകൾ അഴിക്കാനുള്ള ശ്രമമുണ്ട്. ആയുധം ഉപയോഗിച്ച് കയർ കണ്ടിക്കുന്നുണ്ട്. അതോടൊപ്പം കല്ലുപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. സാരംഗിലേക്ക് വീണ്ടും. സാരംഗ്, പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപന മുദ്രാവാക്യമുണ്ട്. അതോടൊപ്പം നേരത്തെ സാരംഗ് സൂചിപ്പിച്ചതുപോലെ രണ്ട് നിരയായി ബാരിക്കേഡ് വെച്ചിട്ടുണ്ടെങ്കിലും അത് കയർ ഉപയോഗിച്ച് കൂട്ടിക്കെട്ടിയിട്ടുണ്ടെങ്കിലും അത് പരമാവധി തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം ഈ പ്രവർത്തകരുടെ KSU പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നു. പോലീസ് മറുഭാഗത്ത് സംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ, പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ പോലീസിന്റെ നടപടി എന്തായിരിക്കും? ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? വീണ്ടും ഈ ജലപീരങ്കി പ്രയോഗം അതല്ലെങ്കിൽ കടുത്ത നടപടി പ്രതീക്ഷിക്കാമോ? തീർച്ചയായും. കാരണം നമുക്കറിയാം, നിയമസഭ എന്ന് പറയുന്നത് അത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ്. മാത്രമല്ല അവിടേക്ക് പ്രവർത്തകർ ഇരച്ചു കയറുകയോ മറ്റോ ചെയ്താൽ അത് പോലീസിന് കൂടുതൽ നാണക്കേടുണ്ടാക്കും. അതുകൊണ്ട് മാത്രമല്ല അവിടെ സഭാ നടപടികൾ പുരോഗമിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഒരു കാരണവശാലും അത് ഏത് തരത്തിലുള്ള രീതികൾ ഉപയോഗിച്ചാണെങ്കിൽ പോലും അകത്തേക്ക് കടത്തിവിടാൻ, അതായത് ബാരിക്കേഡ് മറികടക്കാനുള്ള ഏത് ശ്രമത്തിനെയും പോലീസ് കൃത്യമായി തടയുമെന്ന കാര്യം തീർച്ചയാണ്. മാത്രമല്ല ഇപ്പോൾ പ്രവർത്തകർ ഇത്തരത്തിലൊരു ഈ കയറുകൾ മുറിച്ച്, അതായത് ബാരിക്കേഡുകൾ മുറുക്കി കെട്ടിയിരുന്ന കയറുകൾ മറ്റായുധങ്ങൾ ഉപയോഗിച്ച് മുറിച്ചു കളയാനും കല്ലുകൾ ഉപയോഗിച്ച് അത് തകർക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ പോലീസ് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഇത്തരത്തിൽ ജലപീരങ്കി അപ്പുറത്തേക്ക് ഒരു പോലീസ് നടപടി എടുത്തിട്ടില്ല. പക്ഷേ ഈ പ്രവർത്തകരുടെ അതിരി കടന്ന ഒരു പ്രകോപനമായ രീതിയിൽ ടോം സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യം വഴിയുണ്ട്. തുടക്കം മുതൽ തന്നെ തീമുട്ട എറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ ആ ഒരു ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം പോലീസ് വീണ്ടും വിഫലമാക്കിയിരിക്കുകയാണ്. പോലീസുകാരെ ഈ ഒരു ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ
ഈ കൂട്ടം കൂടി നിൽക്കുന്ന പ്രവർത്തകരെ പല ഭാഗത്തേക്ക് മാറ്റുവാനുള്ളൊരു നീക്കം, അതായത് സംഘടിച്ചിരുന്ന പ്രവർത്തകരെ ആ ഭാഗത്ത് നിന്ന് മാറ്റുക എന്നൊരു നീക്കത്തിലാണ് ജലപീരങ്കി ഉപയോഗിക്കുന്നത്. സ്ത്രീകളടക്കം, അതായത് പെൺകുട്ടികളെ അടക്കം ഈ ഒരു ജലപീരങ്കി ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റാൻ ശ്രമം നടത്തുന്നു. പക്ഷേ വീണ്ടും പ്രവർത്തകർ സംഘടിച്ചെത്തുന്നു. അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ബാരിക്കേഡ് തകർത്ത് മുന്നോട്ട് പോയി മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന തരത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അതിശക്തമായാണ് ഈ ഒരു ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. ബാരിക്കേഡ് മറികടക്കുക എന്നൊരു ശ്രമം ഇവിടെ നിന്ന് മാറില്ല എന്ന തരത്തിലാണ് ഈ ഒരു പ്രവർത്തകരോട് ഒത്തുയരുന്നത്. മാത്രമല്ല ഇവിടുന്ന് അകത്തേക്ക് കയറ്റിവിടില്ല, ഒരു കാരണവശാലും ബാരിക്കേഡ് ഒരാളെ പോലും മറികടക്കാൻ സമ്മതിക്കില്ല എന്നൊരു ഉറച്ച നിലപാടിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമപരമായ ഒന്നല്ല ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രകോപനപരമായ രീതിയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതവണ കല്ലെറിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ജലപീരങ്കിയുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞിട്ടുണ്ട്. പ്രവർത്തകർ ഇപ്പോഴും പല വിധത്തിലുള്ള ഉപകരണം, അതായത് കല്ലും മറ്റും എടുത്തെറിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു കൊടിതോരണങ്ങളുടെ പൈപ്പുകളടക്കം ഈ പോലീസിന് നേരെ എറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും പോലീസ് പ്രകോപിതരായിട്ടില്ല. മാത്രമല്ല ഈ ഒരു മാർച്ച് ഇത്തരത്തിൽ പ്രവർത്തകർ ഇവിടെ നിന്ന് കല്ല് പെറുക്കിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പോലീസ് നേരെ കല്ലെടുത്തെറിയുന്നുണ്ട്. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു അതിക്രമം ഉണ്ടാകാൻ വേണ്ടി തന്നെ അവർ പ്രകോപനപരമായ രീതിയിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുകയാണ്. ബാരിക്കേഡ് മറച്ചിടുക മാത്രമല്ല പോലീസിനെ ഉപദ്രവിക്കുക, പോലീസിന് നേരെ അതിക്രമം ഉണ്ടാക്കുക, കല്ലെടുത്തെറിയുന്നു പ്രവർത്തകർ. ചീമുട്ട എറിഞ്ഞിരുന്നു, ഇപ്പോൾ കല്ലെറിയുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടോം, മാത്രം നമുക്കറിയാം പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു അതിക്രമം ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനു വേണ്ട എല്ലാ ശ്രമങ്ങളും KSU നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രവർത്തകനോ മറ്റും മറികടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് കടുത്ത നടപടിയിലേക്ക് കടക്കേണ്ടി വരും. കാരണം കൃത്യമായി 2 ബാരിക്കേഡ് അടക്കം വെച്ചുകൊണ്ട്, പിന്നെ മാത്രമല്ല പോലീസുകാരെ നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധത്തിനെ അവർ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ അതിര് കടന്ന പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന് മറ്റു വഴികളില്ല. കൂടുതൽ പോലീസ് സന്നാഹത്തിനെ ഇവിടേക്ക് എത്തിക്കുകയും ബാരിക്കേഡിന് അപ്പുറത്ത് നിന്നല്ലാതെ മറ്റു പോലീസുകാരനെ സമരമുഖത്തേക്ക് എത്തിക്കുകയും പോലീസുകാരെ ഇവിടെ നിന്നുള്ള പ്രവർത്തകരെ ലാത്തി വീശിക്കൊണ്ട് ഇവിടെ നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. പക്ഷേ നിലവിൽ ജലപീരങ്കി മാത്രമാണ് ഈ പോലീസുകാർ ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രവർത്തകർ ഒരു തരത്തിലും പിരിഞ്ഞു പോവുകയില്ല. ഈ ബാരിക്കേഡ് മറികടക്കും, പോലീസിനെ നേരിടുക തന്നെ ചെയ്യും. അത്തരത്തിൽ ജലപീരങ്കിയിലെ വെള്ളം തീരുന്നവരിവിടെ തുടരും. അത്രയും നേരം നിൽക്കാനുള്ള ശക്തി ഇവിടെയുണ്ട്. തുടർന്നുകൊണ്ട് ഇപ്പോഴും പ്രവർത്തകർ കല്ലെറിയുകയാണ്, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മാത്രമല്ല ഇവർ ഈ അതിക്രമം തുടരുകയാണ്, ലാത്തി വീശുന്നതടക്കമുള്ള കാര്യത്തിലേക്ക് കടക്കാനുള്ള സാധ്യത കൂടുതലാണോ? വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയാണ് പോലീസിന് നേരെ കല്ലെറിയുന്നത്. പല രീതിയിൽ പോലീസിനെ പ്രകോപിപ്പിക്കുന്നുണ്ട് പ്രവർത്തകർ. തുടർച്ചയായി കല്ലേറ്, അതോടൊപ്പം ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമം, കയറുകൾ, ബാരിക്കേഡ് കൂട്ടിക്കെട്ടിയ കയറുകൾ മുറിച്ചിട്ടുണ്ട്. പോലീസ് അത് പരമാവധി സംയമനം പാലിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിൽ പോലും മറ്റ് നടപടികളിലേക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രവർത്തകർ പിരിയാത്ത സാഹചര്യമുണ്ട്. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? ഒരു ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. പോളണ്ടിൽ ജയിലിൽ കഴിയുന്ന മലയാളി യുവാവിനെ ഇന്ത്യയിലേക്ക് മാറ്റാനുള്ള ശ്രമം വിഫലമാകുന്നു. ആ വാർത്തയിലേക്ക് എത്താം, ഇടവേള കഴിഞ്ഞു.